സർ, നമുക്കറിയാം POK-യിൽ ഉൾപ്പെടെ നടക്കുന്ന പ്രക്ഷോഭങ്ങൾ, പാകിസ്ഥാൻ വിരുദ്ധ സമരങ്ങൾ, ഇതൊക്കെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമാണ്. അക്ഷരാർത്ഥത്തിൽ എന്ത് ചെയ്യണം എന്നറിയാതെ പാകിസ്ഥാൻ നെട്ടോട്ടമോടുന്ന ഒരു സമയം. എല്ലാ തവണത്തെയും പോലെ പാകിസ്ഥാനിൽ നടക്കുന്ന ആഭ്യന്തര വിഷയങ്ങളിലും ഇന്ത്യയെ കുറ്റപ്പെടുത്തുക, അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തലയിൽ കൊണ്ടിടുക എന്ന സ്ഥിരം പല്ലവി തന്നെയാണ് പാകിസ്ഥാൻ ആവർത്തിക്കുന്നത്. നമുക്കറിയാം, പീപ്പിൾസ് പാർട്ടി നേതാവ് ബിലാവൽ ഭൂട്ടോ സർദാരി, ഏറ്റവും ഒടുവിൽ സർദാരി പറഞ്ഞിരിക്കുന്നത് ലോകത്ത് നടക്കുന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കും കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്നുള്ളതാണ്. ഇസ്രയേൽ യുദ്ധത്തിന് പോലും കാരണം മോദിയാണ് എന്നാണ് ഇവരുടെ ഒരു ബ്ലെയിം എന്ന് പറയുന്നത്. ഈ രീതിയിൽ പാകിസ്ഥാനിൽ നടക്കുന്ന ആഭ്യന്തര വിഷയങ്ങളിലും ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്ന, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കുറ്റപ്പെടുത്തുന്ന പാകിസ്ഥാന്റെ നിലവിലെ അവസ്ഥ, അതുപോലെ തന്നെ ബിലാവൽ ഭൂട്ടോ ആരോപിച്ചിരിക്കുന്ന ഇത്തരം പ്രസ്താവനകൾക്കെതിരെയൊക്കെ നമുക്ക് എങ്ങനെ മറുപടി കൊടുക്കാം? നമ്മുടെ നാട്ടിലെ ആളുകൾ ഇങ്ങനൊന്നും അല്ല പറയുന്നത്. ഈ വെളിയിൽ നിന്നുള്ള ആളുകളുടെ പ്രസ്താവന, പുറത്തു നിന്നുള്ള ആളുകളുടെ പ്രസ്താവന കേൾക്കുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് നമ്മുടെ പ്രധാനമന്ത്രി ഇത്ര വലിയ ഭയങ്കരനാണോ എന്ന് നമുക്കൊരു സംശയം തോന്നിയത് അതുകൊണ്ടാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ട്രംപ് പറയാറുണ്ടായിരുന്നു, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയാറുണ്ടായിരുന്നു. പക്ഷെ വ്യക്തിപരമായിട്ട് കുറ്റപ്പെടുത്തിയില്ലെങ്കിലും പറയും ആള് സൂക്ഷിക്കേണ്ട ആളാണ്, അയാളെ അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലത്തെ ഒരു നേതാവൊന്നും അല്ല, നമുക്ക് പണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയിരുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഒന്നും അല്ല എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇയാൾ ഇത്ര വലിയ ഭീകരനാണ്, ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇത്ര വലിയ, പറഞ്ഞല്ല ഭീകരൻ എന്നുള്ള വാക്യം ഉപയോഗിച്ച് ഇവരുടെയൊക്കെ വാക്കുകൾ കേൾക്കുമ്പോഴാണ് നമ്മുടെ അഭിമാനമാണ് നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. ഈ ബിലാവൽ ഭൂട്ടോ ഇപ്പൊ പാകിസ്ഥാനിലാകെ, ബിലാവൽ ഭൂട്ടോ നമുക്ക് പശ്ചാത്തലം അറിയാമല്ലോ. പിന്നെ അദ്ദേഹം ബേനസീറിന്റെ മകനാണ്, വിദേശ വിദ്യാഭ്യാസമൊക്കെ ചെയ്ത ആളാണ്, ചെറുപ്പക്കാരനാണ്, വലിയ പ്രായമില്ല, 40 വയസ്സിന് താഴെ ഉള്ളൂ. അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നുകൊണ്ട് നടത്തുന്ന പ്രസ്താവനകൾ എന്ന് വെച്ചാൽ അവിടുത്തെ പ്രധാനപ്പെട്ട പാർട്ടിയുമാണത്, അതിന്റെ നേതാവാണ് ഇരുന്നുകൊണ്ട് പറയുന്നത് ലോകത്ത് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാരൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെന്നുള്ളതാണ്. അതാണ് ഇവരുടെയൊക്കെ പിന്നെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ എന്ന് പറയുന്നത്. ഉത്തരവാദിത്തരാഹിത്യം എന്നുള്ളതെല്ലാം എന്ത് പറയാൻ. എന്നാൽ ഇന്ത്യയിലെ നേതാക്കന്മാര്, പ്രതിപക്ഷ നേതാക്കന്മാരൊക്കെ പറയുന്നത് എന്താണ്, ഇയാള് പിന്നെ വലിയ ഹിന്ദുത്വവാദിയാണ്, പത്രക്കാരെ അഭിമുഖീകരിക്കുന്നില്ല, രാജ്യത്തെ ഫേസ് ചെയ്യാതെ നടക്കുന്ന, എപ്പോഴും വിദേശത്ത് കറങ്ങി നടക്കുന്ന ഒരാളാണെന്നാണ് ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷിയുള്ള വാദം. പക്ഷെ ഇന്നിപ്പോ ഹൈഡ്രജൻ അല്ലേ, ഇപ്പൊ രാവിലെ നമ്മൾ കേൾക്കുന്നത് പിന്നെ ട്രെയിൻ ഓടുന്നത് അതിന്റെ വരെ ഉദ്ഘാടനമാണ്, ഇന്നിപ്പോ ഇന്ത്യ നടക്കുന്നത്. അതേപോലെ E20 പെട്രോൾ ഉപയോഗിച്ചിട്ട്, എത്തനോൾ ബ്ലെൻഡഡ് പെട്രോൾ ഉപയോഗിച്ചുള്ള വാഹനങ്ങളും ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ ലോകത്തിന്റെ നമ്മൾ പ്രത്യേകിച്ച് വികസനങ്ങളൊന്നും പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ ബിലാവലിന്റെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറഞ്ഞാൽ, പാകിസ്ഥാനിൽ ഞങ്ങളുടെ നാട്ടിൽ നടക്കുന്ന സർവ്വകാര്യങ്ങളുടെയും കാരണക്കാരൻ ഈ പറയുന്ന നരേന്ദ്രമോദി എന്നൊരാളാണ്. അദ്ദേഹം എന്ത് ചെയ്തെന്നറിയോ, ഇന്ത്യയിലും അഫ്ഗാനിസ്ഥാനിലും, അതായത് ഇവരോട് ചേർന്ന് കിടക്കുന്ന അഫ്ഗാനിസ്ഥാനിലുമുള്ള ആളുകളെ, ഭീകരന്മാരെ അഴിച്ചുവിട്ടിട്ട് ഇവരെ എല്ലാം പാകിസ്ഥാനിലേക്കും ബലൂചിസ്ഥാനിലേക്കും POK-യിലേക്കും, അതായത് പാക് അധിനിവേശ കാശ്മീര്, പണ്ട് നമ്മുടെ പിടിച്ചുകൊണ്ടുപോയ കാശ്മീര്, അവിടത്തേക്കൊക്കെ അയച്ച് അവിടെയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെന്നാണ് ഇദ്ദേഹത്തിന്റെ ആരോപണം. നോക്കുക, നമ്മള് പിന്നെ ലോകരാജ്യങ്ങൾ ആരോപിച്ചുകൊണ്ടിരുന്ന ഇന്ത്യൻ ഭീകരതയുടെ താവളമാണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ് ലോകരാജ്യങ്ങൾ മുഴുവൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത ഒരു രാജ്യം ഇരുന്നുകൊണ്ട് പറയുകയാണ് ഇന്ത്യയാണ് ഭീകരപ്രവർത്തകരെയൊക്കെ ഈ സ്ഥലങ്ങളിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ബലൂചിസ്ഥാന്റെ കാര്യം തന്നെ നോക്കുക. ബലൂചിസ്ഥാന്റെ അവസ്ഥ എന്തായിരുന്നു? എത്രയോ വർഷം, അല്ലെ, 47-ന് ശേഷം അവർ പാകിസ്ഥാൻ കൈയടക്കി വെച്ചിരിക്കുകയാണ്. സ്വാതന്ത്ര്യം ആഗ്രഹിച്ചിരുന്ന ഒരു ജനതയായിരുന്നു അത്, അല്ലേ? എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ അവിടെ താല്പര്യം വരാൻ കാര്യം? അവിടെ സമ്പന്നമായിരുന്നു, പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമായ സ്ഥലമായിരുന്നത്, അല്ലെ? സ്വർണമാണെങ്കിലും ശരി, സ്വർണ്ണഖനികള്, ചെമ്പ് ഖനികള്, അതേപോലെ തന്നെ പ്രകൃതിവാതകവും ഒക്കെ നിറഞ്ഞ ഒരു വലിയ സമൃദ്ധമായ, എല്ലാം കൊണ്ടും പ്രകൃതി സമ്പന്നമായ ഒരു സ്ഥലമായിരുന്നു ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ സമ്പത്ത് ഊറ്റിയെടുക്കുക, ജനങ്ങളുടെ സമ്പത്ത്, ബലൂചിസ്ഥാന്റെ സമ്പത്തല്ല ഊറ്റിയെടുക്കുക, പക്ഷെ അവർക്ക് തിരിച്ചൊന്നും കൊടുക്കത്തില്ല. അതാണ് പാകിസ്ഥാന്റെ രീതി. എന്നിട്ട് ഈ സൈനിക ഭരണാധികാരികള്, മറ്റു ഭരണാധികാരികൾ വന്നെങ്കിലും ശരി, ജനാധിപത്യ സർക്കാരുകളൊക്കെ വന്നെങ്കിലും ശരി, എല്ലാവരുടെയും രീതി ഒന്ന് തന്നെയായിരുന്നു. അവിടെ നിന്നുള്ളതെല്ലാം കൊള്ളയടിച്ച് ഇവിടെ കൊണ്ടുവരിക, അല്ലെങ്കിൽ എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന ശേഷം അവർക്ക് എന്തെങ്കിലും, നമ്മൾ പറയത്തില്ലേ പണ്ട് മലയാള ഭാഷ, നക്കാപ്പിച്ചയൊക്കെ ഇട്ട് കൊടുക്കുക. അങ്ങനെ വന്നപ്പോൾ നാട്ടിൽ വലിയ അസ്വസ്ഥതയായി, ബലൂചിസ്ഥാനിൽ പ്രശ്നങ്ങളായി, ജനങ്ങൾക്ക് ജീവിക്കാൻ വയ്യാത്ത സാഹചര്യങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടായി.
അപ്പോഴാണ് അവിടുത്തെ സമരം, അവിടുത്തെ ജനങ്ങളുടെ സ്വാഭാവിക പ്രക്ഷോഭമാണ്. ജനങ്ങൾ പ്രതികരിക്കും. അതുകൊണ്ടാണ് ഒരു സായുധ കലാപം പോലെ തന്നെ അത് വരാനുള്ള കാരണം അതാണ്. അങ്ങനെ വന്നിട്ട് ഇപ്പൊ നമ്മള് ഏറ്റവും പുതിയ അറിവ് നമുക്ക് കേൾക്കുന്നെന്ന് പറഞ്ഞാൽ ബലൂചിസ്ഥാൻ ആർമി അവരെ രാജ്യം പിടിച്ചെടുത്തു എന്നാണ് കേൾക്കുന്നത്. അത് ഒഫീഷ്യലി അവരുടെ ചില വക്താക്കളുടെ റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത്. ഒഫീഷ്യലി കൺഫർമേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കൺഫർമേഷൻ പക്ഷെ നിഷേധിക്കുന്നില്ല. ബലൂചിസ്ഥാൻ പിടിച്ചെടുത്തു, അവർക്ക് പ്രത്യേക കറൻസി വന്നിരിക്കുന്നു, അതേപോലെ തന്നെ പ്രത്യേക രാജ്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു, പുതിയ ദേശീയതയൊക്കെ വന്നിരിക്കുന്നു എന്നാണ് പിന്നെ അവസാനം വന്ന റിപ്പോർട്ടുകൾ. കൺഫർമേഷൻ ഉണ്ട്, പക്ഷെ ആരും നിഷേധിക്കുന്നുമില്ല. അപ്പൊ അതിന്റെ കാരണക്കാരന് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ബലൂചിസ്ഥാൻ കയ്യിൽ നിന്ന് പോയതിന് നമ്മുടെ പ്രധാനമന്ത്രിക്ക് എന്താ റോള്? നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഒരു റോളുമില്ല. നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ട് ആ രാജ്യം പോയി, രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ നിങ്ങൾക്കെതിരായ ആരുടെ കുറ്റമാണ്? പ്രത്യേകിച്ചൊരു കാര്യമില്ല അതിനകത്ത്. അതേപോലെ തന്നെയാണ് ഇപ്പൊ POK നടക്കുന്ന പ്രശ്നങ്ങൾ. POKയിലും ഇതിനെക്കാട്ടും വലിയ പ്രശ്നങ്ങളാണ്. പാക് ഒക്കുപൈഡ് കാശ്മീരിലും വലിയ പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇത് തന്നെയാണ് അവസ്ഥ എന്ന് പറയുന്നത്. അവിടെയും ജനങ്ങളെ ചൂഷണം ചെയ്യുക എന്നുള്ളതായിരുന്നു. ഏതാണ്ട് 50-60 ലക്ഷത്തിനും ആളുകൾ താമസിക്കുന്ന സ്ഥലമാണത്. അവിടെ 99% നല്ല ശതമാനം മുസ്ലിം സമുദായമാണ്. ഇന്ത്യയിൽ നിന്ന് ഇതിന്റെ ഭാഗമായിട്ട് പോയതാണല്ലോ. നമ്മുടെ പിന്നെ രാജ്യം മുറിച്ച സമയത്ത്, രണ്ടായിട്ട് മുറിച്ച സമയത്ത് പോയതാണ്. പക്ഷെ പാകിസ്ഥാൻ ആ ടെറിട്ടറി നമുക്ക് വിട്ടുതരുന്നില്ല, അവരുടെ കയ്യിൽ വെച്ചിരിക്കുകയാണ്. അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെയാണ്, വിശാലമായ സ്ഥലമാണ്. കാനഡ പോലൊക്കെ തന്നെയാണ്, വലിയ വിശാലമായ സ്ഥലമാണ്. കുന്നും മലയും ഈ പറഞ്ഞ കാടും മേടും ഒക്കെ ഉള്ളതാണ്. ജനവാസം കുറവാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അന്നത്തെ ഭരണാധികാരികൾ ശ്രദ്ധിക്കാതെ പോയി. അല്ലായിരുന്നെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയില്ലായിരുന്നു. അങ്ങനെയൊക്കെയാണ് ചരിത്രം പറയുന്നത്. എന്തായാലും കൊള്ളാം, പാകിസ്ഥാൻ എന്ത് ചെയ്ത് പറ്റൂ? ഇത്തരത്തിലുള്ള അവസരങ്ങള്, ഈ പ്രകൃതിയിലുള്ള ഈ ഒളിത്താവളങ്ങൾ അവർക്ക് കൂടുതലായിട്ട് ബാലാക്കോട്ട അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ ഭീകര ക്യാമ്പുകൾ തുറക്കുന്നതിനായിട്ടും ഭീകര പ്രവർത്തനങ്ങൾ ഇന്ത്യക്കെതിരെ കൃത്യമായിട്ട് നടത്തുന്നതിനും നമ്മളോട് ചേർന്ന് കിടക്കുന്നത് കൊണ്ട് അവർക്ക് അവസരമായിരുന്നു. അതുകൊണ്ടാണ് POK അവരുടെ കയ്യിൽ വെച്ചിരിക്കുന്നത്. പക്ഷെ പാകിസ്ഥാൻ ആ POKയിൽ ഇപ്പൊ പ്രശ്നമാണ്. POKയിലെ ജനങ്ങളും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു. അവർ കഴിഞ്ഞ ദിവസം വന്ന് ആ പ്രക്ഷോഭകാരികളെ നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയെ നോക്കി പറഞ്ഞത് നമ്മൾ കേട്ടില്ലേ? എന്താണ് പറഞ്ഞത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഞങ്ങൾക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റുന്നില്ല, ഈ നാട്ടിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, പാകിസ്ഥാന്റെ ഈ ചെയ്തികൾ കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ കഴിയാൻ പറ്റുന്നില്ല, ഇന്ത്യയുടെ അതിർത്തി ഞങ്ങൾക്ക് തുറന്നു തരൂ, ഞങ്ങളെ രക്ഷിക്കൂ എന്നും പറഞ്ഞിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് 2 കൈ ഉയർത്തി അവർ ദയനീയമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ സാഹചര്യങ്ങൾ പരിശോധിച്ചപ്പോൾ ശരിയാണ്. അവിടെ ഈ പറഞ്ഞ പോലെ ജനങ്ങൾക്ക് അടിസ്ഥാനപരമായ ഒരു സൗകര്യങ്ങളും കിട്ടുന്നില്ല, കുടിവെള്ളം പോലും കിട്ടുന്നില്ല. ആ ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ അതാരുടെ കുഴപ്പമാണ്? അത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കുഴപ്പം കൊണ്ട് സംഭവിച്ചതാണ്. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഇപ്പൊ ഒരുപക്ഷെങ്കിലും POKയിലും സംഭവം ഉണ്ടാകാം. വലിയ താമസമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. POKയിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം. പക്ഷെ അവരെ പറഞ്ഞ പോലെ അവരെ ഒന്നും പൂർണ്ണമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അവര് പറയുന്നത് ഞങ്ങൾ കാശ്മീരികളാണ്, ഞങ്ങൾ ഒറിജിനൽ കാശ്മീരികളാണ്, ഇവിടുന്ന് പോയവരാണ് എന്നൊക്കെയാണ് അവർ പറയുന്നതെങ്കിലും അവരെ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാനൊക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ അതിർത്തി തുറന്നു കൊടുത്തിട്ട് അവരെ എടുക്കുകയോ അല്ലെങ്കിൽ ആ രാജ്യം നമ്മൾ പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുകയോ ഒന്നും ചെയ്യത്തില്ല. കാരണം ഇവരെയൊക്കെ സ്ക്രീൻ ചെയ്യേണ്ടി വരും. ഇതിനകത്തിലൊക്കെ ആര് കൊള്ളാവുന്നവർ എത്ര ഉണ്ട്, അല്ലെങ്കിൽ തീവ്രവാദികൾ എത്ര ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. എന്തായാലും അവിടെയും പ്രശ്നമാണ്. അപ്പൊ നോക്കുക, പാകിസ്ഥാൻ ഏതാണ്ട് 2-3 കഷ്ണമായിട്ട് മാറാൻ പോവുകയാണ്, പൊട്ടിച്ചെതറാൻ പോവുകയാണ്. ആ സമയത്താണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഇത് മാത്രമല്ല ഇപ്പൊ ഈ പശ്ചിമേഷ്യൻ യുദ്ധം ഉണ്ടാക്കിയത് മോദിയാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് ഇസ്രായേലും അമേരിക്കയും കൂടെ ചേർന്ന് ഇറാനെ ആക്രമിച്ചതിന്റെയും കാരണക്കാരൻ മോദി പറഞ്ഞിട്ടാണെന്നാണ്. സംഭവം ശരിയാണ്. ഇതിന്റെ യുദ്ധം തുടങ്ങുന്നതിന്റെ തലേ ദിവസം ഫെബ്രുവരി 20 ലാസ്റ്റ് വീക്കിലാണല്ലോ യുദ്ധം തുടങ്ങുന്നത്. അതിന്റെ തലേ ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേലിൽ ഉണ്ടായിരുന്നു. അത് സത്യമാണത്. അതേ യുദ്ധം പ്രഖ്യാപിക്കാനോ അല്ലെങ്കിൽ പിന്നെ ഇദ്ദേഹത്തിന്റെ കാതില് നെതന്യാഹുവിന്റെ ചെവി ചെന്തിന് രഹസ്യം പറയാൻ വേണ്ടി പോയതൊന്നുമല്ല. തലേ ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. വേറെ ചില ഉഭയകക്ഷി ചർച്ചകൾ ഉണ്ടായിരുന്നു. ഇന്ത്യൻ സെക്രട്ടറിമാരുണ്ടായിരുന്നു, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടായിരുന്നു. നമ്മളൊരു ചർച്ചയ്ക്ക് പോയതാണ്, നേരത്തെ തന്നെ പ്രഖ്യാപിച്ചൊരു ചർച്ചയ്ക്ക് പോയതാണ്. അതെല്ലാം പൂർത്തിയാക്കി പ്രധാനമന്ത്രി മടങ്ങി, ഇസ്രായേലിൽ നിന്ന് മടങ്ങി തിരിച്ച് ഇന്ത്യയിൽ ലാൻഡ് ചെയ്തു. ഏതാനും മണിക്കൂറുകൾക്കകമാണ് ഈ പശ്ചിമേഷ്യയിൽ ആക്രമണം ഉണ്ടാകുന്നത്. ഇറാന് നേരെ ഇസ്രായേലും അമേരിക്കയും കൂടെ ആക്രമണം ഉണ്ടായത്. ഇതിപ്പോ അതിന്റെ വഴി ഇന്ത്യൻ പ്രധാനമന്ത്രി തലയ്ക്കാ വന്നിരിക്കുന്നത്. അദ്ദേഹം ചെന്ന് പറഞ്ഞിട്ടാണ് ആക്രമിച്ചതെന്നാണ് പറയുന്നത്. ഇതാണ് ഇവരുടെ അവസ്ഥ എന്ന് പറയുന്നത്. എന്തെങ്കിലും കാര്യത്തിന്റെ സ്വന്തം തെറ്റുകുറ്റങ്ങൾ മറച്ചു പിടിക്കാൻ വേണ്ടി ലോകത്തെ ഈ പറഞ്ഞതുപോലെ ലോക നേതാക്കന്മാരെ ആക്ഷേപിക്കുക എന്നുള്ളത്. എന്തായാലും ഈ ലോകക്രമത്തിൽ നമുക്കൊരു വലിയ സ്വാധീനം ഉണ്ടാകുകയാണ്. ഒരു പക്ഷെങ്കിലും ഈ യുദ്ധം പിന്നെ പാകിസ്ഥാൻ പ്രശ്നത്തിനകത്തിൽ ഇത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ചുള്ള അവർക്ക് ഒരു നിസ്സഹായ അവസ്ഥയാണ് ഇപ്പോഴും. അവർക്ക് പഴയതുപോലെ അമേരിക്കൻ സഹായം ഇപ്പൊ കിട്ടത്തില്ല.
കാരണം അമേരിക്ക അല്ലെങ്കിൽ തന്നെ പെട്ടുകിടക്കുകയാണ്. നമ്മള് മലയാള ഭാഷയിൽ ഇപ്പൊ ഒരു വാക്കുണ്ടല്ലോ, പെട്ടുപോയി കിടക്കുകയാണ് അമേരിക്കയ്ക്ക് ഈ പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ നിന്ന് തലയൂരാൻ പറ്റുന്നില്ല. ഇപ്പൊ ഓരോ ദിവസത്തിന്റെ ഡെവലപ്മെന്റ് കണ്ടില്ലേ, ഇന്ന് ചർച്ചയാണ്, നാളെ വീണ്ടും ബോംബാക്രമണമാണ്. അപ്പൊ അത്തരത്തില് ഓരോ ദിവസവും ഓരോ തരത്തിൽ യുദ്ധത്തിന്റെ മുഖങ്ങൾ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഖമേനിയുടെ അടക്കത്തിന് ശേഷം ഇറാനികൾ മുഴുവൻ അവിടെ രക്തം മുഴുവൻ തിളച്ചു നിൽക്കുകയാണ്. ട്രംപിനെയും നെതന്യാഹുവിനെയും തട്ടിയ ശേഷമേ ഇനി ഞങ്ങൾക്ക് വിശ്രമമുള്ളതെന്നാണ് അവർ പറയുന്നത്. അതിനിടയ്ക്ക് ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാകിസ്ഥാനെ സഹായിക്കാൻ പറ്റുന്നില്ല. അതായത് പാകിസ്ഥാൻ 3-4 കഷ്ണങ്ങളായിട്ട് മുറിഞ്ഞു മാറാൻ പോവുകയാണ് ആഭ്യന്തര പ്രശ്നങ്ങൾ കൊണ്ട്. അപ്പൊ അമേരിക്കയുടെ സഹായം കിട്ടുന്നില്ല. സഹായം കിട്ടാത്തതിന് ആരെയാ വഴി പറയുന്നത്? അതിന് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വഴി പറഞ്ഞു കളയാം. അതാണ് സംഭവത്തിന്റെ ഒരു പശ്ചാത്തലം ഇതാണെന്ന് പറയുന്നത്. അതിനിപ്പോ നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി അത്തരം കാര്യങ്ങളിലൊന്നും വിമർശിച്ചിട്ട് കാര്യമില്ല. ഇത് സംഭവിക്കും, പാകിസ്ഥാനിൽ സംഭവിക്കും, ബലൂചിസ്ഥാൻ സംഭവിച്ചതുപോലെ തന്നെ POKയിലും സംഭവിക്കും. പാകിസ്ഥാനിലെ ഭരണകൂടം, ഈ ഭരണകൂടങ്ങളൊക്കെ ഇനി എങ്ങോട്ട് ഓടുമെന്ന് പറയാനൊക്കത്തില്ല. ഇപ്പൊ തന്നെ വലിയ മറ്റൊരു ഭീഷണി കൊണ്ടുവന്നിരിക്കുകയാണ്. സിന്ധു നദി ജലം തന്നില്ലെങ്കിൽ ഞങ്ങൾ ഇന്ത്യയെ കയറി അടിച്ചു കളയുമെന്നാണ്. അവസാനത്തെ വാചകവും വന്നു കഴിഞ്ഞു. പട്ടാള മേധാവിയുടെ അവസാനത്തെ വാചകം, അസീം മുനീറിന്റെ അവസാന വാചകവും വന്നു കഴിഞ്ഞു. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇന്ത്യയെ കയറി ആക്രമിച്ചു കളയുമെന്നാണ്. വരട്ടെ, നമുക്ക് നോക്കാം. യെസ്, എന്തായാലും നമ്മൾ അറിയാതെ നമ്മളൊരു വലിയ അധോലോകമാകുന്നു എന്നുള്ള വളരെ പ്രശസ്തമായ ഒരു സിനിമാ ഡയലോഗ് പോലെയാണ്. മോദി അറിയാതെ തന്നെ മോദിയെ അധോലോക നേതാവാക്കി അല്ലെങ്കിൽ ലോക നേതാവാക്കി മാറ്റുകയാണ് പാകിസ്ഥാൻ എന്നതാണ്. എന്തായാലും ഏറ്റവും ഒടുവിൽ ബിലാവൽ ഭൂട്ടോ പറഞ്ഞു വെച്ചിരിക്കുന്നത് മോദിയാണ് പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്ക് പോലും കാരണം എന്നുള്ളതാണ്. പാകിസ്ഥാനിൽ നടക്കുന്ന ആഭ്യന്തര വിഷയങ്ങൾ മോദിയുടെ അറിവോടുകൂടിയാണ്. POKയിൽ പ്രക്ഷോഭകാരികളെ ഇളക്കിവിടുന്നത് മോദിയുടെ സമ്മതത്തോടു കൂടിയാണ്. മോദിയാണ് ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നത് എന്ന തരത്തിൽ പാകിസ്ഥാനിൽ നിന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പാകിസ്ഥാനിൽ ദിനം പ്രതി സംഘർഷ സാധ്യതകൾ രൂക്ഷമാകുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. POKയിൽ വലിയ പ്രക്ഷോഭമാണ് നടക്കുന്നത്. പാകിസ്ഥാനിൽ നിന്നും സ്വാതന്ത്ര്യം വേണം എന്നാണ് പാക് അധിനിവേശ കശ്മീരിലെ ജനങ്ങൾ പോലും ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബലൂചിസ്ഥാൻ സ്വതന്ത്രമായി പ്രഖ്യാപിച്ചത് പോലും മോദിയുടെ കരങ്ങളാണ് അതിനു പിന്നിൽ എന്നാണ് പാകിസ്ഥാൻ നിരന്തരം കുറ്റപ്പെടുത്തുന്നത്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു രാജു വത്സൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.